ഹേ ഗായ്സ്, സമയം എന്താ പുലർച്ചെ 12:15. ഈ സമയത്ത് കുളിച്ചു മാറ്റി ഞാൻ എങ്ങോട്ടാ പോണേന്നറിയോ? എല്ലാ വർഷവും രാമായണ മാസം ആകുമ്പോൾ നാലമ്പലം പോകണമെന്ന് വിചാരിക്കും കേട്ടോ. ഈ പ്രാവശ്യമാണ് അത് നടന്നത്. അതിൻ്റെതായ എക്സൈറ്റ്മെൻ്റ് ആട്ടോ നേരത്തെ എൻ്റെ മുഖത്ത് കണ്ടത്. ഞാൻ അതേ അമ്മേൻ്റെയും പിന്നെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ കൂടെയായിട്ട് പോയത്. ഞങ്ങളൊരു 17 പേരുണ്ടായിരുന്നു. അവിടെ തന്നെ ട്രാവലർ വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. ആദ്യത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു. ഒരു 3:30 ഒക്കെ ആകുമ്പോൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്കൊന്നും വലിയ തിരക്കായിട്ട് തോന്നിയില്ല. ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല വരി ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ 2 മണിക്കൂറോളം നമ്മൾ വരിയിൽ പെട്ടുപോയിട്ടും പിന്നെ ഭഗവാനെ കണ്ടിട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങിയതിന് ശേഷം ശിവബലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ശിവബലിക്ക് വേണ്ടിയിട്ട് ഒരു ആനേനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആനേനെ നല്ല പേടിയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അടുത്ത് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അതിന് ശേഷം ഞാനും അമ്മേച്ചിയും കൂടെ ജസ്റ്റ് അമ്പലമൊക്കെ ചുറ്റി കണ്ടു കേട്ടോ നടന്നിട്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പം അവിടെ എല്ലാ കടയിലും പണ്ടത്തെ ആ ഒരു ടൈപ്പ് മിഠായി അവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്നപ്പോൾ അതൊന്നും കാണാൻ പോലും ഇല്ല. ഇതൊക്കെ കണ്ടപ്പോൾ മറന്നുപോയ വിശപ്പ് പിന്നെ വന്നിട്ട് ഞങ്ങൾ നേരെ എല്ലാവരും കൂടെ എന്ത് ചെയ്യും, ചായ അടിക്കാൻ തീരുമാനിച്ചു. ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് കയറി. നോർമലി ഞാൻ വടയിൽ നിന്ന് കഴിക്കാത്ത ആളാണ്, പക്ഷെ എന്താ വിശപ്പുകൊണ്ടാണോ അല്ലെങ്കിൽ ആ വടേൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ 2 വടയൊക്കെ വാങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ മുന്നിൽ ഇത് അമ്മൂമ്മയും ഉണ്ട്, ഷീനേച്ചിയും ഉണ്ട്, പിന്നെ അമ്മയുണ്ട്. ഓരും അതുപോലെ നല്ല അടിച്ച് മിനിച്ച് തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പുറത്ത് നോക്കിയാൽ ഇപ്പുറത്തെ സൈഡിൽ അപർണേച്ചി. ആഹാ. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ അമ്പലമായിട്ടുള്ള കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്കാണ് പോയത്. നമ്മൾ 7 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 7:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ എത്തിയത്. അവിടെയും ഇതേപോലെ തന്നെ തിരക്കേടില്ലാത്ത തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ അമ്പലത്തിന്റെ പ്രദേശത്തായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള കുറേ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു 9:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് അവിടുന്ന് പുറപ്പെട്ടത്. ഒരു 10:45 ആയപ്പോൾ നമ്മൾ മൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലെത്തി. പിന്നെന്തോ ഭാഗ്യത്തിന് നമ്മൾ ഈ 3 അമ്പലത്തിലേക്കും ഉള്ളിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയ ടൈമിലാട്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് ക്ഷേത്രം സന്ദർശിക്കാൻ എത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കഞ്ഞി അച്ചാറും പിന്നെ പൂവൻ മൊബൈൽ കിട്ടുന്ന ഒരു കൂട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് നേരം എല്ലാവരും ഒന്ന് ഇരുന്ന് വിശ്രമിച്ചിട്ട് അവിടുന്ന് ഒരു 12:10 ഒക്കെ ആകുമ്പോൾ ഇറങ്ങി. പിന്നെ വണ്ടിയിൽ കയറിയിട്ട് ഒരു 1:15 ഒക്കെ ആയപ്പോഴാണ് അടുത്ത അമ്പലത്തിലേക്ക് എത്തിയത്. അവിടുന്ന് എനിക്ക് കാര്യമായിട്ട് ഒരു വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ കഴിയില്ല, നല്ല മഴ കിട്ടിയിട്ടുണ്ടെന്ന്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറുന്നവരെ നല്ല മഴയായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തായമലും നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും പക്ഷെ വരി പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുന്നുണ്ടായി. നല്ല മഴയായിരുന്നു. അവിടെ തന്നെ അവിടെയുള്ള സൈഡിലുള്ള ഷോപ്പിലേക്കൊക്കെ കയറി നിന്ന് അവിടുന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ നേരെ ഗുരുവായൂരിലേക്ക് പോവുക, എന്നിട്ട് വീട്ടിലേക്ക് പിടിക്കുക എന്നുള്ളത്. ഇന്ന് ഞാൻ ആച്ചിക്കും ചിഞ്ചനും മുത്തുവിനും കിച്ചുവിനും വേണ്ടിയിട്ട് നല്ല കുഞ്ഞാപ്പി ഗോൾഡൻ കളറിലുള്ള നല്ല ഭംഗിയുള്ള ക്രാബൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ടിന്ന അരവണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന്. 2:15 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 4:20 ഒക്കെ ആയപ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടോ. അവിടുന്ന് കുറച്ച് പോകാനുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ കുറേ ഉറങ്ങി. ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് പ്രാർത്ഥിക്കാനുള്ള നേരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭഗവാനെ പുറത്തുനിന്ന് കണ്ട് തൊഴുത് മടങ്ങുമായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഫുള്ള് ഉറക്കം തന്നെയായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് നമ്മൾ പോരുമ്പോൾ വലിയ വൈബൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് അമ്പലത്തിലേക്ക് പോവാണ്, അപ്പം ഭക്തിഗാനമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് പോയത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ അതേപോലെ തന്നെ സെയിം. പക്ഷെ എന്നാലും വീട്ടിലെത്താനാവുന്ന നേരത്ത് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് അമ്മമാരും നമ്മളെല്ലാവരും ഡാൻസൊക്കെ കളിച്ചിട്ടൊക്കെയായിരുന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.